ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയുടെ അന്വേഷണത്തിന് ആധുനിക സംവിധാനമായ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിക്കുന്നു. കേന്ദ്ര ഏജൻസിയിൽ നിന്നാണ് ഭൂമിക്കടിയിലെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന റഡാർ സജ്ജമാക്കുന്നത്. കൊലപാതക കേസുകളിൽ ഇത്തരം പരിശോധന അപൂർവങ്ങളിൽ അപൂർവമാണ്. നിലവിൽ 4 സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. 2.5 ഏക്കറിലധികം വരുന്ന സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ പുരയിടത്തിലെയും അതിനു നടുവിലെ വീട്ടിലെയും ഏതു ഭാഗത്തും കാണാതായ സ്ത്രീകളിൽ പലരുടെയും ശരീരഭാഗങ്ങൾ ഉണ്ടാകാമെന്ന സംശയമാണ് കേസിലെ അന്വേഷണ സംഘത്തിനുള്ളത്. സെബാസ്റ്റ്യന്റെ വീടടക്കം പരിശോധിക്കാൻ RDOയുടെ അനുമതി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റ് നേടിയിട്ടുണ്ട്. ഇവിടെ പരിശോധന നടത്തി ശരീരാവശിഷ്ടങ്ങൾ പുരയിടത്തിലെയോ വീടിൻ്റെ അടിത്തറയിലോ ഉണ്ടോ എന്ന് കണ്ടെത്താനായി കേന്ദ്ര ഏജൻസിയിൽ നിന്നും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന യന്ത്രത്തിൻ്റെ ലഭ്യത ഉണ്ടാകണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനകം റഡാർ ലഭ്യമാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹേമന്ത് ജനം TVയോട് പറഞ്ഞു. ഇതേസമയം സെബാസ്റ്റ്യന്റെ പറമ്പിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടത്തിൻ്റെ DNA പരിശോധനയ്ക്കായി ജൈനമ്മയുടെയും ഐഷയുടെയും ബിന്ദു പത്മനാഭൻ്റെയും ബന്ധുക്കളുടെ സാമ്പിളുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലം ബുധനാഴ്ച ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ പ്രതീക്ഷ. ഇതേസമയം ജൈനമ്മയുടെ കൊലപാതക കേസിൽ ഇന്ന് സെബാസ്റ്റ്യനെ വീട്ടിലെത്തിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനായി കെഡാവർ ഡോഗിനെയും കൊണ്ടുവരും. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.